Electrical capacitance. Capacitance of a conductor is the ability to store electric charge. ഒരു കണ്ടക്ടറിന് ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനാണ് ആ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് അതിന്റെ ജോമെട്രിയെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആകൃതിയും വലുപ്പവും മാറുന്നതിനനുസരിച്ച് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് വ്യത്യാസപ്പെടും. അപ്പം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിന് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ജോമെട്രിയെയും സൈസിനെയും. If a charge Q is given to a conductor, its electric potential increases. കണ്ടക്ടറിനെ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഇതിൽ നിന്ന് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. ചാർജ് കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. Therefore, the charge is directly proportional to potential, that is Q proportional to V, or Q is equal to a constant into V. Here C is a constant of proportionality. C ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയും. കപ്പാസിറ്റൻസ് C is equal to Q by V. അതായത് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് C is equal to ചാർജ് ബൈ പൊട്ടൻഷ്യൽ. കപ്പാസിറ്റൻസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു ദ പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ് ബോഡി. ഒരു ചാർജ് ബോഡിയുടെ ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും റേഷ്യോയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. SI unit of capacitance is farad. 1 farad is equal to 1 coulomb by 1 volt. കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല m raised to -1, n raised to -2, t raised to 4, I raised to 2. Commonly used units of capacitance are millifarad, microfarad and picofarad. 1 millifarad is equal to 10 raised to -3 farad. 1 microfarad is equal to 10 raised to -6 farad. 1 picofarad is equal to 10 raised to -12 farad. ഈ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ് നമുക്കറിയാം. ഡിഫൈൻ 1 ഫാരഡ് അല്ലെങ്കിൽ ഫാരഡിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. 1 farad is the capacitance of a conductor in which a charge of 1 coulomb raises its potential by 1 volt. 1 coulomb ചാർജ് ഒരു കണ്ടക്ടറിന് നൽകുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആയി ഇൻക്രീസ് ചെയ്താൽ അപ്പോഴുള്ള ആ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരുന്നു. 1 കൂളം ചാർജ് നൽകുമ്പോൾ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ഇൻക്രീസ് ചെയ്താൽ അപ്പോഴുള്ള കപ്പാസിറ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് 1 ഫാരഡ് എന്ന് പറയുന്നത്. 1 farad is the capacitance of a conductor in which a charge of 1 coulomb raises its potential by 1 volt. അടുത്തതായി കപ്പാസിറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടൻസർ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. കപ്പാസിറ്ററിന്റെ മറ്റൊരു പേരാണ് കണ്ടൻസർ. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. കണ്ടക്ടേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടക്ടേഴ്സിനെ അവയുടെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റർ. Capacitor is an arrangement of conductors used to increase the capacitance of the conductor. ഒരു കപ്പാസിറ്റർ നിർമ്മിക്കാൻ മിനിമം 2 കണ്ടക്ടേഴ്സ് ആവശ്യമാണ്. 2 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ
കപ്പാസിറ്റർ നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. കപ്പാസിറ്ററിന്റെ സിമ്പൽ ഫിക്സഡ് കപ്പാസിറ്റർ. നോക്കുക, രണ്ട് പാരലൽ ലൈൻസ് കണക്റ്റഡ് വിത്ത് 2 ടെർമിനൽസ് ആണ് ഫിക്സഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ കപ്പാസിറ്ററിന്റെ സിമ്പലിൽ കൂടി ഒരു വേരിയബിൾ ഹെഡ് കൂടിയുണ്ട്. നോക്കുക, ഫിക്സഡ് കപ്പാസിറ്റർ ദാൻ വേരിയബിൾ കപ്പാസിറ്റർ. ഇനി എക്സാമിന് ഫിക്സഡ് കപ്പാസിറ്റർ എന്നോ വേരിയബിൾ കപ്പാസിറ്റർ എന്നോ സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നില്ല എന്ന് വിചാരിക്കുക. കപ്പാസിറ്ററിന്റെ സിമ്പിൾ വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഫിക്സഡ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ മാത്രമേ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളെങ്കിൽ നമ്മൾ കപ്പാസിറ്ററിന്റെ സിമ്പിളായി യൂസ് ചെയ്യേണ്ടത് ഇതാണ്. കണ്ടക്ടേഴ്സിനെ പല രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കപ്പാസിറ്റർ നിർമ്മിക്കാം. ഒന്നാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവിടെ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് പാരലലായി വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിരിക്കുന്നു. നോക്കുക, രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് പാരലലായി വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കപ്പാസിറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പം രണ്ട് പാരലലായ പ്ലേറ്റുകൾ വെച്ചിരുന്നാൽ അവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കപ്പാസിറ്ററിന് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. അടുത്തത് സ്പെറിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഇവിടെ രണ്ട് ഹോളോ സ്പിയേഴ്സ് ആണ് കണ്ടക്ടറായി യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഹോളോ സ്പിയേഴ്സ്. നോക്കുക, ഇത് സ്പിയർ 1, അതിൻ്റെ അകത്തായിട്ട് മറ്റൊരു സ്പിയർ. രണ്ട് സ്പെറിക്കൽ ഷേപ്പിലുള്ള രണ്ട് കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ സ്പെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയും. Then the third one, cylindrical capacitor. Here the conductors are in cylindrical shape. നോക്കുക, ഔട്ടർ സിലിണ്ടർ, അതിൻ്റെ അകത്ത് ഒരു ഇന്നർ സിലിണ്ടർ. രണ്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലൊക്കെ ഉപയോഗിക്കുന്ന പലതരം കപ്പാസിറ്റേഴ്സിന്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കപ്പാസിറ്റേഴ്സ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. കപ്പാസിറ്റേഴ്സ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. അതുമല്ല, പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ കപ്പാസിറ്റേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചിത്രം തന്നിരിക്കുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ കാണുമ്പോൾ അവയിൽ തന്നിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.